കേരള കൊർഡോബ ചങ്ങായി നമ്മളെ വളവട്ടണേ. പണ്ട് കോലോത്തിരിന്റെ കൈമലുണ്ടായിരുന്ന പിന്നെ ബ്രിട്ടീഷുകാര് ഭരിച്ച നമ്മളെ വളവട്ടണം. അന്നത്തെ വാണിജ്യ നഗരവും നമ്മളെ ഈ നാടന്നെ. കാൽപന്തിന്റെ മേന്മ കൊണ്ടും കൊതിയൂറ് രുചികളുടെ തനിമ കൊണ്ടും പ്രശസ്തമായ ഹിന്ദുസ്ഥാനി സംഗീതം കൊണ്ടും കൽബിലേറെ മൊഞ്ചുള്ള മനുഷ്യരെ കൊണ്ടുമെല്ലാം പെരുമ കേട്ട നമ്മളെ വളവട്ടണം. കോലത്തിരിമാരുടെ വിളികേട്ട് വന്ന അറബികൾക്കും സെയ്തന്മാർക്കും യൂറോപ്യന്മാർക്കുമൊക്കെ നമ്മളെ ഈ വളപട്ടണം അറിവിന്റെയും വ്യാപാരത്തിന്റെയും നാടായി മാറി. അങ്ങനെ അറബി ഗന്ധങ്ങളിൽ ബദഫത്തൻ എന്നും മുസ്ലിം ആത്മീയ നഗരമായപ്പോ ഔലിയ വത്തനെന്നും വാണിജ്യ സ്ഥിരാകേന്ദ്രമായപ്പോ വലിയ പട്ടണമെന്നും വല്ലഭ നാട് വാണിടുന്ന കാലത്ത് വല്ലഭ പട്ടണമെന്നും അറിയപ്പെട്ടു ഈ നാട്. പൗരാണിക കാലത്ത് തന്നെ മലബാർ തീരങ്ങളിലെ സുപ്രധാന വാണിജ്യ നഗരമായിരുന്നു വളപട്ടണം. അറബികളും ചൈനക്കാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരുമൊക്കെ കച്ചവട താൽപര്യങ്ങൾക്ക് വന്നിറങ്ങിയ ചരിത്ര നഗരം. ആധുനികതയുടെ വേഗപ്പാച്ചിലിൽ പഴയകാല പ്രതാപവും പ്രൗഢിയും അകന്നു പോവുകയാണിന്നിവിടം. കേരളത്തിന്റെ സെയ്ത് പാരമ്പര്യത്തിന് തിലക കുറിച്ചാർത്തി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുകയാണ് കക്കുളങ്ങര പള്ളി. സയ്യദ് അബൂബക്കറും സയ്യദ് ഹുസൈനും കൂടി വളപട്ടണത്ത് മതപ്രചരണത്തിന് വരികയും കോലത്തിരിയെ കാണുകയും അദ്ദേഹം പള്ളി സ്ഥാപിക്കാനുള്ള സ്ഥലവും സൗകര്യവും നൽകുകയുണ്ടായി. അങ്ങനെയാണ് കക്കരങ്ങള പള്ളി ഇവിടെ സ്ഥാപിതമാകുന്നത്. കേരളത്തിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക സെയ്യദ് കുടുംബത്തിന്റെയും പ്രഥമ ലക്ഷ്യം വളപട്ടണമായിരുന്നു. ഓരോ സെയ്യദ് കുടുംബത്തിനും പ്രത്യേക പള്ളികൾ ഉണ്ടായിരുന്നെങ്കിലും ജുമുഅത്ത് പള്ളിയായിരുന്നു പ്രധാനപ്പെട്ടത്. 1342 മൊറോക്കൻ സഞ്ചാരി ഇബ്നു ബത്തൂത്ത വളപട്ടണം സന്ദർശിച്ചപ്പോൾ നദിക്കരയിലെ കുന്നത്ത് പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത്. അക്കാലത്ത് വിദേശികളടക്കം ഈ പള്ളികളിൽ പലരും താമസിച്ച് പഠനം നടത്തിയിരുന്നതായി ഇബ്നു ബത്തൂത്ത തന്റെ കിതാബ് രഹിലയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിനു മുന്ന് വളപട്ടണം അടങ്ങിയ പ്രദേശത്ത് കോലത്തിരി രാജവംശത്തിന്റെ ഭരണമായിരുന്നു. കോലത്തിരി രാജാവായ വല്ലഭൻ രണ്ടാമനാണ് ഈ ഒരു വാണിജ്യ നഗരം സ്ഥാപിച്ചത്. കോലത്തിരി രാജവംശത്തിന്റെ കുലദേവതയായ കളരിവാതിൽക്കൽ ഭഗവതിയുടെ പേരിലുള്ള ക്ഷേത്രവും വളപട്ടണത്തിന്റെ ചരിത്രരംഗത്തെ മികച്ചൊരധ്യായമാണ്. കക്കുളങ്ങര പള്ളിയിലെ ഉറൂസിന് ക്ഷേത്ര ഭാരവാഹികളെ ക്ഷണിക്കുന്നതും ക്ഷേത്ര ഉത്സവത്തിന് സെയ്തുമാരെ ക്ഷണിക്കുന്നതും വളപട്ടണത്തിന്റെ മതസാഹോദര്യ മാതൃകയുടെ നേർക്കാഴ്ചയാണ്. വളപട്ടണത്തെ ഖാലിമാരായ സെയ്തുമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളിലും കോലത്തിരി രാജാക്കന്മാരുടെ ആശീർവാദങ്ങൾ സ്ഥിരം കാഴ്ചയായിരുന്നു. അക്കാലത്ത് എല്ലാവരുടെയും തർക്ക പരിഹാരത്തിന് രാജാവ് നിർദ്ദേശിച്ചിരുന്നത് വളപട്ടണം ഖാലിമാരെയാണ്. കേരളത്തിലെ പൗരാണിക നഗരങ്ങളിൽ കോഴിക്കോട് കഴിഞ്ഞാൽ മുൻപന്തിയിലുണ്ടായിരുന്ന കേന്ദ്രം വളപട്ടണമായിരുന്നു. ജലമാർഗം ചരക്കുകൾ ഇറക്കുന്നതും കയറ്റുന്നതും വളപട്ടണത്തിന്റെ തീരങ്ങളിലായിരുന്നു. കൂടാതെ സമീപ പ്രദേശങ്ങളിലെ വലിയ മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്ന പ്രദേശം കൂടിയാണ് വളപട്ടണം. തടി വ്യാപാരത്തിനും പ്ലൈവുഡ് നിർമ്മാണത്തിനും പേരുകേട്ട പ്രദേശം കൂടിയാണ് വളപട്ടണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തടി മില്ലുകളും കയറ്റുമതി കേന്ദ്രങ്ങളും ഈ പ്രദേശത്തുണ്ട്. ഒരു നിർമ്മാണം വളരെ സജീവമായ ഒരു സ്ഥിതിവിശേഷവും വളപട്ടണത്തിനുണ്ടായിരുന്നു. പ്ലൈവുഡ് നിർമ്മാണ രംഗത്ത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രശസ്തരായ സ്ഥാപനമാണ് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് ലിമിറ്റഡ്. 1941 സ്ഥാപിതമായ ഈ സ്ഥാപനം ഇന്നും പ്രൗഢിയോടെ നിലനിൽക്കുന്നു. ഒട്ടനേകം രുചി വൈഭവങ്ങൾ നിറഞ്ഞ പ്രദേശം കൂടിയാണ് വളപട്ടണം. വളപട്ടണത്തുകാർ ഏറെ സൽക്കാരപ്രിയരും ഭക്ഷണപ്രേമികളുമാണ്. മലബാറിന്റെ രുചിക്കൂട്ടുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കല്ലുമ്മക്കായുടെ പ്രധാന ഉൽപാദന കേന്ദ്രമാണ് വളപട്ടണം. ജീവിത സാഹചര്യങ്ങൾ മാറി ജലഗതാഗതത്തിന് പ്രസക്തി കുറഞ്ഞതോടെ വളപട്ടണം മാർക്കറ്റിനും പ്രാധാന്യം കുറഞ്ഞു. അതോടെ ഒരു കാലത്ത് ജനനിബിഡമായ ഈ അങ്ങാടി ഇന്ന് പഴയ ആരവങ്ങളൊന്നുമില്ലാതെ സഞ്ചരിക്കുകയാണ്.